കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അനുപാതം നോക്കുകയാണെങ്കിൽ ഈ ശക്തികൾക്ക് വളരെ കുറച്ചേ പ്രാതിനിധ്യമുള്ളൂ. പക്ഷെ അതിൻ്റെ എത്രയോ മടങ്ങാണ് അവരുടെ ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ സാന്നിധ്യം എന്ന് ആലോചിച്ച് നോക്കുക. ഏതർത്ഥത്തിലും ഈ സ്വാതന്ത്ര്യം കൊണ്ടുവന്നിട്ടുള്ളൊരു ദേശീയതയ്ക്കെതിരായിരുന്നു ഈ പറയുന്ന ഇന്നത്തെ ഈ ഹൈപ്പർ ദേശീയത പറയുന്ന ആളുകൾ. വാൽക്കെ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതിന് ബദലായിട്ട് എനിക്ക് ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ഒക്കെ ഒരു സിനിമ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഉള്ള ആലോചനയെന്നാണ് രാജാ ഹരിശ്ചന്ദ്രൻ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. ഗാന്ധിയുടെ അവസാനത്തെ രണ്ട് വലിയ സമരങ്ങൾ, രണ്ട് നിരാഹാര സത്യാഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നില്ല, സ്വതന്ത്ര ഇന്ത്യയിലായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഈ ഫാസിസത്തിൻ്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പിടിമുറുക്കുന്നതിനെതിരെയായിരുന്നു ഈ രണ്ട് നിരാഹാരങ്ങളും. ഇന്ത്യ കടന്നുപോകുന്ന ഒരു ദശാസന്ധി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. അത് പലതരത്തിൽ അത് അപഗ്രഥിക്കപ്പെടേണ്ടതാണ്. പുറമേ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ജനാധിപത്യത്തിൽ കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 47 മുതൽ നമ്മൾ തുടർന്നു വരുന്ന ജനാധിപത്യ സമ്പ്രദായത്തിന് വലിയ പെരുക്കൊന്നും കൂടാതെ പുറമേ അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ജനാധിപത്യം യഥാർത്ഥത്തിൽ അർത്ഥപൂർണമാകണമെങ്കിൽ ആ പ്രക്രിയ അത് സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, അത് മറ്റൊരു തരത്തിൽ അതിന് വലിയ തരത്തിലുള്ള ജനങ്ങളുടെ ഒരു പങ്കാളിത്തം അതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആ ഉറപ്പുവരുത്തലാണ് ഇല്ലാതായിരിക്കുന്നത്. ജനങ്ങൾ എന്ന് പറയുന്നത് വെറും എണ്ണം മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ, ഇന്ത്യ പോലെയുള്ളൊരു വലിയ രാജ്യത്തിലെ വലിയൊരു സംഖ്യ വരുന്ന ജനങ്ങൾ അപ്രസക്തരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. അവരുടെ ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു വലിയ പ്രാധാന്യം തന്നെ അതിൻ്റെ ബഹുസ്വരതയാണ്. അത് പലതരത്തിലുള്ള മനുഷ്യർ, സാധാരണഗതിയിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ പറയും, ഒരു 500 കിലോമീറ്റർ ഇന്ത്യയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഷ മാറും, വസ്ത്രം മാറും, ഭക്ഷണം മാറും, ആരാധനാ രീതികൾ മാറും. അങ്ങനെ വ്യത്യസ്തമായ ഓരോ 500 കിലോമീറ്ററും വ്യത്യസ്തമായ അനുഭവമാണ് ഇന്ത്യ തരുന്നതെന്ന് പറയും. അത് പൊതുവേ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒന്നാണ്. ഒരുപക്ഷെ അത് ആ ജീവിതം കൊണ്ട് തന്നെ ഒരു ജനാധിപത്യം ഇന്ത്യയിലെ ജനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മനുഷ്യർ, പലതരത്തിലുള്ള ആരാധനാ രീതികളിൽ വിശ്വസിക്കുന്നവർ, പല തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവർ, ഇവരൊക്കെ ചേർന്ന് കൂടിക്കലർന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ സൃഷ്ടിക്കുന്നത്. ഇത് മറന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയം തന്നെ നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നാശമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ വക്കത്തെത്തിക്കുക എന്ന് പറയുന്ന, പരസ്പരം വെറുപ്പും വിദ്വേഷവും ഒക്കെ നിറച്ച് ഇന്ത്യയിൽ ഓരോ ഗ്രാമങ്ങളിലെ ജീവിതത്തിനെയും അതിൻ്റെ ഏറ്റവും മലീമസമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത് അത് ഇന്ത്യ ഭരിക്കുന്നവർ തന്നെയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരെ നിൽക്കുന്നു. അവർ 1923 ഒക്കെ സവർക്കർ എഴുതിയ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകങ്ങൾ, അതിനുശേഷം വന്നിട്ടുള്ള ഗോൾവൾക്കറുടെ പുസ്തകങ്ങൾ, ഇതിനെയൊക്കെ ആസ്പദിച്ചുള്ള മറ്റൊരു ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന, ഒരു ഫാസിസ്റ്റ് ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന ഒരു ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു വൈതരണി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാങ്കേതികമായിട്ട് നോക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഉള്ളിലാണ്, ജനാധിപത്യത്തിൻ്റെ എല്ലാ പ്രോസസ്സിൽ കൂടിയും നമ്മൾ കടന്നു പോകുന്നുണ്ട്, ആ ജനാധിപത്യത്തിൻ്റെ ഫലങ്ങളെ മാനിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ജനാധിപത്യം നിലനിൽക്കേണ്ട ഒരു നിർഭയമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന് പറയുന്നൊരു പുസ്തകം രചിക്കപ്പെടുന്നത്. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ പറയും സൗത്ത് ഇന്ത്യയാണ് ഇന്ന് ദക്ഷിണേന്ത്യയാണ് ഒരുപക്ഷെ ഈ ഫാസിസത്തിനെ തടഞ്ഞു നിർത്തുന്ന ഇന്ത്യയിലെ ഒരു ഭൂവിഭാഗം എന്ന് പറയും.
ഒരു രാഷ്ട്രീയ ഭൂപട ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടവും വളരെ ഉത്തരേന്ത്യയിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട ഒന്നാണെന്ന് പറയാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അങ്ങനെയൊക്കെ ആശ്വസിക്കുമ്പോൾ പോലും ഇപ്പോൾ കേരളം പോലുള്ളൊരു സേഫ് സോണിൽ ഇരിക്കുമ്പോഴും ഈ രാഷ്ട്രീയത്തിൽ നിന്ന്, ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് വിമുക്തമായൊരിടത്തല്ല നമ്മൾ ഇരിക്കുന്നത്. അത് ഈ മറ്റൊരു സങ്കീർണാവസ്ഥയാണ്. നമ്മുടെ ഈ ഇപ്പം മെജോറിറ്റിന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വിഭാഗത്തിനുള്ളിൽ നിരന്തരം ഈ രാഷ്ട്രീയം പല രീതിയിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവർത്തനം എന്ന് പറയുന്നത് കണ്ടില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സേഫ് സോൺ എന്നൊക്കെ പറയുന്ന സങ്കല്പം പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകും. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഈ സോഷ്യൽ മീഡിയ എന്ന് വ്യവഹരിക്കുന്ന ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്ക് വളരെയധികം എത്തുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രസൻസ് എന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ നമ്മളത് രാഷ്ട്രീയ അനുപാതമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അനുപാതം നോക്കുകയാണെങ്കിൽ ഈ ശക്തികൾക്ക് വളരെ കുറച്ചേ പ്രാതിനിധ്യമുള്ളൂ. പക്ഷെ അതിൻ്റെ എത്രയോ മടങ്ങാണ് അവരുടെ ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ സാന്നിധ്യം എന്ന് ആലോചിച്ച് നോക്കുക. എത്രയോ മടങ്ങാണ് നമ്മുടെ ഓരോ കൂട്ടത്തിലും അവരുടെ രാഷ്ട്രീയം പുറത്തു വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പണ്ടാണെങ്കിൽ ഈ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പേറുന്ന ആൾക്കാർ തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ പാർട്ടികളായിട്ട്, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഔട്ട്ഫിറ്റുകളായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രസ്ഥാനമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത് ഈ രാഷ്ട്രീയത്തെ പലപ്പോഴും പറയുക. ഇന്നങ്ങനെയല്ല. ഇന്ന് അതുമായി ബന്ധമില്ലാത്ത പൊതുജനത്തിൻ്റെ ഒരു വലിയ വിഭാഗം ഈ രാഷ്ട്രീയത്തിൻ്റെ സീഡ്സ്, ഈ രാഷ്ട്രീയത്തിൻ്റെ വിത്തുകൾ പേറുന്നു എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം ഇറങ്ങുകയുണ്ടായി. രാഹുൽ റോഷൻ എന്ന് പറയുന്ന ഒരു ബീഹാറി പത്രപ്രവർത്തകനാണ്, യുവ പത്രപ്രവർത്തകനാണ്, 80കൾക്ക് ശേഷം ജനിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് സംഗി നെവർ വെൻ ടു എ ശാഖ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശാഖയിൽ പോവാത്തൊരു സംഗി എന്ന് പറയുന്ന തരത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടത് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് ആകൃഷ്ടനായത് യാതൊരു തരത്തിൽ ഇത്തരം ഔട്ട്ഫിറ്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. മറിച്ച് അദ്ദേഹം ഒരു പ്രത്യേക അവസ്ഥയിൽ തിരിച്ചറിയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തരത്തിലുള്ള സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അത് ഭൂരിപക്ഷ ജീവിതത്തിൻ്റെ ചെലവിലാണെന്ന് തിരിച്ചറിയുന്നു എന്ന മട്ടിലുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മിഡിൽ ക്ലാസിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന യാതൊരു ഔട്ട്ഫിറ്റുകളുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ ഈ രാഷ്ട്രീയത്തിന് ഒരു കോമൺ സെൻസായിട്ട്, ഒരു പൊതുബോധമായിട്ട് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ വളരെ നിശിതമായ ഒരു നിരീക്ഷണത്തിലൂടെ കാണേണ്ടതാണ്. ഇത് കേരളത്തിലും സംഭവിക്കുന്നുണ്ട്. കേരളം ആ തരത്തിലൊരു സേഫ് സോണാണെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൻ്റെ സാംസ്കാരിക അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാംസ്കാരിക രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പലപ്പോഴും അത്തരം രാഷ്ട്രീയത്തിൻ്റെ ചിലതരം നുണകൾ, ഇത് മുഴുവൻ കെട്ടിപ്പടുത്തിട്ടുള്ള പ്രൊപ്പഗാൻഡയിലാണ്. ലോകത്തെ ഏത് ഫാസിസം പോലെ ഈ ഫാസിസം കെട്ടിപ്പടുത്തിട്ടുള്ളത് ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും പറയുന്ന പച്ച നുണകളിലൂടെ ആണ്, അല്ലെങ്കിൽ ഒരു സത്യാനന്തര രാഷ്ട്രീയത്തിലൂടെയാണ് ഇത് കെട്ടിപ്പടുത്തിട്ടുള്ളതെന്ന് പറയാം. പക്ഷേ ഈ സത്യാനന്തരത ഒരർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ളൊരു സാംസ്കാരിക അന്തരീക്ഷം ഒരു പരിധിവരെ സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്, ഇവരുടെ പ്രസൻസിന് കഴിയുന്നുണ്ട്. ഇവരുടെ ആശയങ്ങൾ, ഈ പറഞ്ഞ നുണകൾ നിരന്തരം പ്രചരിപ്പിക്കപ്പെടുന്നതോടെ അതിനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. അത് നമ്മൾ അവഗണിച്ചുകൂടാ. അല്ലെങ്കിൽ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളിൽ മാത്രം പിടിച്ചു തൂങ്ങിക്കൊണ്ട് ഇങ്ങനെയൊന്നും കേരളത്തിൽ സംഭവിക്കില്ല എന്ന് പറയുന്ന വിധിവിശ്വാസത്തിലേക്കും നമ്മൾ നോക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്, സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ തുടർ പ്രക്രിയയാണ്. നമുക്ക് കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നവോത്ഥാനം തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാനുണ്ട്. പക്ഷെ അതൊക്കെ മധുര സ്മൃതികളായി മാത്രം അവശേഷിക്കുകയാണെങ്കിൽ, ഒരു സുവർണ ഭൂതകാലമായിട്ട് മാത്രം അവശേഷിക്കുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്മൃതി ശകലങ്ങൾ മാത്രം. അപ്പോൾ അതിന്ന് ഇന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഈ ഹൈപ്പർ ദേശീയത പറയുന്ന മനുഷ്യരുടെ ഭൂതകാലം നമ്മളൊന്ന് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പം 1948 ജനുവരി 30 ഗാന്ധി വധിക്കപ്പെടുന്നു. ഏതാണ്ട് ഒരു 5 ദിവസം കഴിയുമ്പോൾ ഫെബ്രുവരി 4 1948 ഫെബ്രുവരി 4 RSSനെ നിരോധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഗാന്ധിയെ കൊല്ലുക പോലെയുള്ള ഒരർത്ഥത്തിൽ അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ ദേശത്തിൻ്റെ അതിൻ്റെ വികാസത്തിനെതിരായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ആദ്യമായൊരു സംഘടന നിരോധിക്കപ്പെടുന്നത് RSS ആണ്. അപ്പോൾ RSSന് നിരോധിക്കുമ്പോൾ അത് 1.5 കൊല്ലം ഏതാണ്ട് പിന്നത്തെ വർഷം 49 ജൂലൈയിൽ മറ്റുമാണ് ഈ നിരോധനം പിൻവലിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 വർഷക്കാലം ഈ സംഘടന നിരോധിക്കപ്പെടുന്നുണ്ട്. ഇത് നിരോധിക്കുമ്പോൾ അന്ന് ഗോൾവാൾക്കർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഗോൾവാൾക്കർ അത് കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് വിട്ടിട്ട് നാഗ്പൂർ വിട്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങളനുസരിച്ചിട്ട് അവിടെ കഴിയുന്നുണ്ട്. ഈ സമയത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പട്ടേലിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ഗോൾവാൾക്കർ. 2 പ്രാവശ്യം പോയി കാണാൻ ശ്രമിക്കുന്നു, ഇളവൊക്കെ വാങ്ങിയിട്ട്, നാഗ്പൂർ വിട്ടുപോകാനുള്ള ഇളവുകളൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ അന്ന് ഈ നിരോധനം പിൻവലിക്കാൻ നിരന്തരം അഭ്യർത്ഥിക്കുമ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന RSSന് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ കാവ്യ പതാകയാണ് ഇന്ത്യക്ക് ഉണ്ടാവേണ്ടത്. ഈ ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ പാരമ്പര്യത്തെ അപമാനിക്കുന്ന ഒന്നാണെന്നുള്ള നിലപാടാണ് ഇവരെടുത്തിരുന്നത്. അപ്പോൾ ദേശീയ പതാക അംഗീകരിച്ചിട്ടില്ല. ഇനി ഭരണഘടനയെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ഈ ഭരണഘടന ഇപ്പോൾ ഈ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സ്വതന്ത്ര ദേശത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതർത്ഥത്തിലും ഈ സ്വാതന്ത്ര്യം കൊണ്ടുവന്നിട്ടുള്ള ഒരു ദേശീയതയ്ക്കെതിരായിരുന്നു ഈ പറയുന്ന ഇന്നത്തെ ഈ ഹൈപ്പർ ദേശീയത പറയുന്ന ആളുകൾ. ഈ നിരോധനം പിൻവലിക്കുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. ആദ്യം ഒരു ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട്, RSSന് ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട്, ദേശീയ പതാകയെ അംഗീകരിക്കുന്നുണ്ട്, ഉണ്ടാക്കാൻ പറ്റുന്ന ഈ RSSന് ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചട്ടങ്ങളനുസരിച്ചുള്ള ഭരണഘടന ഉണ്ടാക്കുന്നതോടൊപ്പം ഇന്ത്യക്ക് ഇങ്ങനെ ഉണ്ടാവാൻ പോകുന്ന ഭരണഘടനയും ഞങ്ങൾ അംഗീകരിക്കാമെന്ന് എഴുതി തരുന്നുണ്ട്. അങ്ങനെ നിരവധി തരത്തിൽ ഈ ഇന്ത്യൻ ദേശീയതയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊണ്ടുവന്ന ഇന്ത്യൻ ദേശീയതയെ മനസ്സോടെ അംഗീകരിച്ചിട്ടാണ് അവർ പ്രവർത്തനാനുമതി തന്നെ നേടിയെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ഇപ്പം പുതിയ തരത്തിൽ സ്വാതന്ത്ര്യം നേടിയ ഒരു ഇന്ത്യയോടോ ഇന്ത്യയുടെ ദർശനങ്ങളോടോ യാതൊരു മതിപ്പും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ അവരാണ് ഏറ്റവും വലിയ ദേശീയവാദികളായി അവർ മുന്നോട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ദേശീയത എന്ന് പറയുന്നത് അവർക്കൊരനുഭവം എന്നതിനേക്കാൾ, ദേശരാഷ്ട്രത്തിൻ്റെ അനുഭവം എന്നതിനേക്കാൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനതയിലെ പല വിഭാഗങ്ങളെയും നേരിടാനുള്ള ഒരു വലിയ ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദേശീയത എന്ന് പറയുമ്പോൾ ഒരു ദേശരാഷ്ട്ര സങ്കല്പത്തിൽ മനുഷ്യർക്ക് ഉള്ളിൽ വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഉള്ളിൽ തോന്നേണ്ട വികാരം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം പോലുള്ള, അല്ലെങ്കിൽ എൻ്റെ ജന്മദേശം, എനിക്കവിടെ സ്വാതന്ത്ര്യമുണ്ട്, എനിക്കവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എനിക്കവിടെ ചലന സ്വാതന്ത്ര്യമുണ്ട്, ഇങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റേതായ പല പല കാര്യങ്ങളാണ് ഓർമ്മ വരേണ്ടത്. പക്ഷേ ഇന്ന് ഇവർ ദേശീയത എന്ന് ഉച്ചരിക്കുമ്പോൾ ഒരു കൂട്ടരെങ്കിലും പേടിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടി ദേശമാണെന്നുള്ള സ്ഥലത്തു നിന്ന് അവരെ പുറത്താക്കാനുള്ള ആയുധമാക്കാനാണ് ദേശീയത ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഫാസിസത്തിൻ്റെ ഒരു ടൂൾ മാത്രമായിട്ട് ദേശീയത അധപ്പതിക്കുന്നതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ദേശീയത, ഈ ഹൈപ്പർ ദേശീയത എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. അത് മാനവികതയിലേക്ക് മനുഷ്യരെ കണ്ണി ചേർക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ലോകത്തൊക്കെയുള്ള മനുഷ്യരായിട്ട് നമുക്ക് സാഹോദര്യമുണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യരൊക്കെ ആയിട്ട് പലതരത്തിലുള്ള നിറവും ഭാഷയും വ്യത്യസ്തമായ ജീവിത രീതിയൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്നൊരു ആശയം എല്ലാവരെയും തമ്മിൽ ഘടിപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യത്വം എന്ന് പറയുന്ന ആശയത്തിലേക്ക് കരേറാനുള്ള അന്തസ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ദേശീയതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നിന്നുകൊണ്ട് ഞങ്ങൾ ലോകത്തിൻ്റെ ഭാഗമാണ്, അതോടൊപ്പം ഇന്ത്യയുടെ ഭാഗമാണ്, അതോടൊപ്പം കേരളത്തിൻ്റെ ഭാഗമാണ്, അതോടൊപ്പം എൻ്റെ ജില്ലയുടെ ഭാഗമാണെന്ന്, അങ്ങനെ പലതരത്തിലുള്ള അന്തസ്സുകളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു യഥാർത്ഥ ദേശീയ സങ്കല്പത്തിൽ. ഇതൊന്നുമല്ല. ഇത്
നേരെ മറിച്ച് ഒരു കൂട്ടം മനുഷ്യർക്ക് പലതരത്തിൽ, അത് ജന്മന കിട്ടിയ പ്രിവിലേജിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഈ ഒരു ഫാസിസ്റ്റ് ഐഡിയോളജിയുടെ പുറത്ത് ഞങ്ങൾ നിങ്ങളെക്കാൾ കേമന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ മറ്റെല്ലാ മനുഷ്യരെയും അപ്രസക്തരാക്കിക്കൊണ്ട് അവർ ആണ് ഈ രാജ്യത്തെ ഭാഗതയെ നിർണ്ണയിക്കുക എന്നതിന് വേണ്ടിയുള്ള ഒരു ടൂൾ മാത്രമായിട്ട് ദേശീയത മാറുന്നുണ്ട്. അപ്പോൾ ദേശീയത വിഗ്രഹമാണ് അവിടെ, അല്ലെങ്കിൽ ദേശീയത വെറും ചിഹ്നങ്ങൾ മാത്രമാണ്. ദേശീയത ഒരു അനുഭവം എന്ന് പറയുന്നതല്ല. അത് ആ വ്യത്യാസം മനസ്സിലാക്കണം. ഹിറ്റ്ലർ ജർമ്മനി ചെയ്തതാണ്. മുസോളിനി മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇറ്റാലിയൻ ദേശീയതയെക്കുറിച്ചാണ്. നമുക്കറിയാം അതെന്താ അതിൻ്റെ ജനങ്ങളോട് ചെയ്തതെന്ന്. അത് ഈ ചരിത്രത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ ആവർത്തിച്ചുകൂടാതെന്ന് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ത്യ കുറേ കൂടി ഈ പറയുന്ന ജർമ്മനിയേക്കാളും ഇറ്റലിയേക്കാളും ഒക്കെ ബഹുസ്വരമായിട്ടുള്ള ഒരു രാജ്യമാണ്. പല തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുള്ള രാജ്യമാണ്. ഈ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ സംരക്ഷിക്കണമെങ്കിൽ അതിനൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനാധിപത്യം കൂടുതൽ ഉയരത്തിലേക്ക് പോകേണ്ട സമയത്താണ് ഇതിനൊക്കെ അടിച്ചമർത്തുന്ന മനുഷ്യരെ അവരുടെ നാവ് ഛേദിക്കുന്ന തരത്തിലുള്ള, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഛേദിക്കുന്ന തരത്തിലുള്ള ഒരു ദേശീയ സങ്കല്പം അവതരിപ്പിക്കുന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് സ്വാതന്ത്ര്യ സമരവും മുന്നോട്ട് വെച്ച ദേശീയതയ്ക്ക് നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്ന് ഓർക്കണം. ഇവർ ചെയ്യുന്നതാണ് ഈ പദാവലികളൊക്കെ പലപ്പോഴും ഈ സ്വാതന്ത്ര്യ സമരം പോലെയുള്ള വലിയ സങ്കല്പങ്ങളിലൂടെ ഉയർന്നു വന്നായിരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ഉള്ളു ചോർത്തിക്കളഞ്ഞിട്ട് വലിയ സാങ്കേതിക സങ്കല്പമായിട്ട് അവതരിപ്പിക്കുക, അതിൻ്റെ ഉള്ളിലൊക്കെ ഭീകരത നിറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. മാധ്യമ സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് നമ്മുടെ ഉള്ളിലൊക്കെ കിടക്കുന്നത്. അല്ലെങ്കിൽ ആദർശാത്മകമായിട്ട് അങ്ങനെയാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾക്കും ഭരണകൂടത്തിനും ഇടയ്ക്കുള്ള വലിയൊരു റോള് മാധ്യമങ്ങൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശക്തരാക്കുക, ശാക്തീകരിക്കുക, ഈ രാഷ്ട്രീയമായിട്ട് ശാക്തീകരിക്കുക, സാമൂഹ്യമായിട്ട് ശാക്തീകരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആനുഭവികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് എന്നേ പോയി ഇത് നമ്മൾ വളരെ പ്രത്യക്ഷമായിട്ട് തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര കാലത്ത് മാധ്യമങ്ങൾ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പലപ്പോഴും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുന്ന മനുഷ്യർ തന്നെയാണ് മാധ്യമ സംസ്കാരം ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ. ഇപ്പോൾ ഗാന്ധി പത്രാധിപരായിരുന്നു, അല്ലെങ്കിൽ അംബേദ്കറെ പോലെയുള്ള ഒരാൾ നിരവധി പത്രങ്ങളുടെ പത്രാധിപത്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ബോധമാണ് മാധ്യമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഇത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ പ്രത്യക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ ആരാണ് മാധ്യമം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്ന ചോദ്യം അതിൻ്റെ ഉള്ളിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ് ഉണ്ടാക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും പിന്നിലെ നിരയിലാണ് സ്ഥാനം എന്ന് പറയാം. അത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം, മുതലാളിമാരായിരിക്കാം, അല്ലെങ്കിൽ സർക്കുലേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഇതിൻ്റെ ഈ എഡിറ്റോറിയൽ കണ്ടൻറ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. എന്ന് പറഞ്ഞാൽ മാധ്യമം എന്ന് പറയുന്നത് പലതരത്തിൽ അതിൻ്റെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ വീഴ്ച എന്ന് പറഞ്ഞാൽ അത് ഭരണകൂടത്തിനെ ഭീതിയോട് കൂടിയിട്ട് കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആവുകയാണ് ഈ കാലത്ത് ഏറ്റവും സേഫായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള മാർഗം തിരിച്ചറിയുന്നു. രണ്ടാമത്തത് ഈ പറയുന്ന ആഗോള കോർപ്പറേറ്റ് വ്യവസ്ഥ വന്നപ്പോൾ ഈ കോർപ്പറേറ്റിസത്തിൻ്റെ ധനശക്തിയെ അതിജീവിക്കാൻ അവർക്ക് കഴിയാതെ വന്നു എന്ന് അവർ തന്നെ സ്വയം ഭീരുക്കളായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കുക, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ പണത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പതുക്കെ പോയിട്ടുണ്ട്. കോർപ്പറേറ്റുകൾ തന്നെ മാധ്യമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു പരിണാമം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്നത്തെ ഒരു മാധ്യമ സമ്പ്രദായത്തിൽ നമുക്ക് വലിയ തരത്തിലുള്ള പ്രത്യാശ അർപ്പിക്കാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഈ വലിയ മാധ്യമ ഭീമന്മാർ എന്ന് പറയുന്നത് അവർ ഈ പ്രൊപ്പഗാൻഡയുടെ ഒരു വലിയ കുഴൽ മാത്രമായിട്ട് മാറുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ പ്രൊപ്പഗാൻഡയുടെ അല്ലെങ്കിൽ ആഗോള ധനശക്തികളുടെ പ്രൊപ്പഗാൻഡയുടെ മെഗാഫോണുകൾ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ബദൽ മാധ്യമമാണ് ഉണ്ടാവേണ്ടത്. ഈ ബദൽ മാധ്യമം ഉണ്ടാവാനുള്ള സാങ്കേതികമായിട്ടുള്ള
ഒരു ഒരു വലിയ സംവിധാനം നമുക്ക് ഇന്നുണ്ടെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യകളുണ്ട് പലതരത്തിലുള്ള, നമുക്ക് വലിയ ചിലവില്ലാതെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിലും ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഇച്ഛാശക്തിയോട് കൂടിയുള്ള റാഡിക്കൽ മാധ്യമ പ്രവർത്തനത്തിന് തിരിച്ചുകൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഇന്ന് ഏറ്റവും കരണീയമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇന്ന് ലോകത്തിപ്പം ഈ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ യുദ്ധത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത വരുന്നത് പല ചെറിയ ചെറിയ ക്ലിപ്പിൽ കൂടിയാണ്, അല്ലാതെ വലിയ തരത്തിലുള്ള ഒരു മാധ്യമ ഇടപെടലിൽ കൂടിയൊന്നുമല്ല. ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തീർക്കാവുന്ന ഒരു പ്രശ്നത്തിനെ ആണ് ഈ കൂട്ടക്കുരുതിയിലേക്ക് കൊണ്ടുപോയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ കുട്ടികളെ ഏൽപ്പിച്ച 24 മണിക്കൂർ കൊണ്ട് തീർക്കും. കാരണം അവർക്ക് നന്മയുണ്ട്, അവർക്ക് ലോകം സമാധാനത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ള ഒരു ചെറിയ ഗ്രൂപ്പിന് 24 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് ഈ രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു കേന്ദ്രമായിട്ട് തീരുന്നത്. അപ്പം ഇതാണ് കോമൺ സെൻസിനെ നിയന്ത്രിക്കാൻ ഇന്നത്തെ മാധ്യമങ്ങളെ അനുവദിച്ചുകൂടാന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് നമുക്കിന്ന് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ വളരെ രസകരമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് 1913 രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന സിനിമയാണ്. അത് സ്വദേശി സിനിമ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പലപ്പോഴും അതിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഫാൽക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഫാൽക്കെ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതിന് ബദലായിട്ട് എനിക്ക് ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ഒക്കെ ഒരു സിനിമ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഉള്ള ആലോചനയെന്നാണ് രാജാ ഹരിശ്ചന്ദ്രൻ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ഇത് അപ്പോൾ ഒരു നാഷണൽ സിനിമയുടെ, ഒരു ദേശീയ സിനിമയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സിനിമാ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്കറിയാം അത് മറാത്ത പ്രവിശ്യയിൽ ചിത്പാവൻ ബ്രാഹ്മിൻസ് ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിലകും കൂട്ടരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രാഹ്മണ ദേശീയതയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ സിനിമ കടന്നു വരുന്നതെന്ന് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മനസ്സിലാവും. കാരണം ഒരു ബ്രാഹ്മണിക് തിയേറ്ററിനെ ഈ സിനിമയ്ക്ക് മുമ്പായിട്ട് പുനർജനിപ്പിക്കുന്നുണ്ട്. അത് ബ്രിട്ടീഷ് വിരുദ്ധമായിരുന്നു എന്നുള്ള സത്യമാണ്, അത് ബ്രിട്ടീഷ് വിരുദ്ധമായിരുന്നു. പക്ഷെ അതേസമയം അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു രാഷ്ട്രീയാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരുന്നില്ല, മറിച്ച് ബ്രാഹ്മണ താല്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സിനിമ മുഴുവൻ വ്യാപിക്കുന്നത്. ഇപ്പോൾ തമിഴിലാണെങ്കിലും കീചകോദാണ് ആദ്യത്തെ സിനിമ, അല്ലെങ്കിൽ ഒറിയയിലാണെങ്കിൽ സീതാവിവാഹ എന്ന് പറയുന്ന സിനിമയാണ്, ബംഗാളിയിലാണെങ്കിൽ ബില്ലുവങ്കലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ ഭാഷകൾ നോക്കുകയാണെങ്കിൽ ഒക്കെ ഈ പുരാണ കഥാസന്ദർഭങ്ങളെ ആസ്പദിച്ചുള്ള സിനിമയാണ് ആദ്യത്തെ സിനിമകളായിട്ടുണ്ടാവുന്നത്. അവരെ സിനിമ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഏകദേശം കുറേ കാലം ഇതാണ് ഉണ്ടാവുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. കേരളത്തിൽ വിഗതകുമാരനാണ് ആദ്യത്തെ സിനിമ ഉണ്ടാകുന്നത്, ഒരു പുരാണ കഥയെ ആസ്പദിച്ചിട്ടുള്ളതല്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടായിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഈ സിനിമ പുറത്തു വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ വിഗതകുമാരൻ കളിക്കുമ്പോൾ റോസി നമുക്കറിയാവുന്ന പോലെ റോസി ദളിത് യുവതി ആയതുകൊണ്ട് ആളുകൾ സവർണർ അതിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. പക്ഷേ ഇത് അറിഞ്ഞോ അറിയാതെയോ നവോത്ഥാനത്തിൻ്റേതായിട്ടുള്ളൊരു ലിബറേറ്റഡ് സ്പേസിലാണ്, സ്വതന്ത്രമാക്കപ്പെട്ട സ്പേസിലാണ് ഈ മലയാള സിനിമ ഉണ്ടാകുന്നത്. മലയാളത്തിൽ ഒരു ഭക്തി സിനിമ ഉണ്ടാവുന്നത് കുറച്ച് വൈകിട്ടാണ്. 5ാമത്തെയോ 6ാമത്തെ സിനിമ ഭക്തപ്രഹ്ലാദ എന്ന് പറയുന്ന സിനിമയാണ് ഉണ്ടാവുന്നത്. ഈ ഭക്തപ്രഹ്ലാദ ഉണ്ടാവുന്നത് സ്റ്റേറ്റ്, അന്ന് തിരുവിതാംകൂറിലെ രാജകുടുംബം സ്പോൺസർ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കണമെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരം ഒക്കെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ പുതിയ ഒരു കൂട്ടം ആളുകൾ ക്ഷേത്രത്തിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നു. ഇതിനെ എങ്ങനെയാണ് ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽ ക്യാപ്ചർ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരാലോചനയുടെ ഭാഗം കൂടിയായിട്ടാണ് ഭക്തപ്രഹ്ലാദം ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തണലിൽ നിന്ന് വസിക്കുമ്പോൾ, നിഴലിൽ കഴിയുമ്പോൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ നീല പ്രൊഡക്ഷൻസ് പോലെയുള്ള സുബ്രഹ്മണ്യം മുതലാളിയുടെ കമ്പനി പോലെയുള്ള നീല പ്രൊഡക്ഷൻസ് നിരവധി, ഇപ്പോൾ ശബരിമലയെ ആസ്പദമാക്കിയിട്ട് ഗുരുവായൂരിനെയൊക്കെ ആസ്പദമാക്കിയിട്ട് നിരവധി
സിനിമകൾ നിർമ്മിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭക്തി സിനിമകൾ നിർമ്മിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന പോലെയല്ല, വളരെ ലേറ്റായിട്ടാണ് സംഭവിക്കുന്നതെന്ന് നമ്മളത് മനസ്സിലാക്കണം. അപ്പം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ റാഡിക്കലിസത്തിനെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ശ്രമമായിട്ടാണ് പലപ്പോഴും ഇത്തരം സിനിമകൾ, ഭക്തി സിനിമകളൊക്കെ കേരളത്തിൽ വളരെ വൈകി ലേറ്റായിട്ടാണ് ഉണ്ടാവുന്നതെന്ന് കാണാം. പക്ഷേ ആ കാലത്തെ നമ്മുടെ മുഖ്യധാരാ സിനിമകളുടെ തന്നെ പേര് നോക്കിക്കഴിഞ്ഞാൽ അച്ഛനും പാപ്പയും എന്നാണ് ഒരു സിനിമയുടെ പേര്. അല്ലെങ്കിൽ മുസ്ലിം സാമുദായിക കഥകൾ മറ്റ് ഭാഷകളില്ലാത്ത വിധം കേരളത്തിലുണ്ടാവുന്നു. ഇപ്പം ഉമ്മ എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നു, ജയമാരുതിയുടെ കുട്ടിക്കുപ്പായ എന്ന് പറയുന്ന സിനിമ. ജയമാരുതി എന്ന് പറയുന്ന ഒരു സിനിമാ കമ്പനി തന്നെ മുസ്ലിം സാമുദായിക സിനിമകളാണ് കുറേ കാലം നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ബഹുസ്വരത സിനിമയിലേക്ക് വന്നിരുന്നു. പക്ഷേ രാരിച്ചൻ ഒരു പൗരൻ എന്നാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സിനിമയുടെ പേര്. എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം ഈ മുഖ്യധാര സിനിമയുടെ ടൈറ്റിലിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പതുക്കെ ഇപ്പം ഒരു തരത്തിൽ സവർണ സിനിമകൾ നമുക്കുള്ളിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ഈ വരാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രത്യക്ഷ രാഷ്ട്രീയമൊന്നും നമുക്ക് ചുറ്റും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ രംഗത്തൊന്നും അത്തരം ഒരു ഹിന്ദുത്വത്തിൻ്റെ പ്രതിഫലനമൊന്നും വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ സിനിമകളിലെ ഒരു വലിയ തരത്തിലുള്ള സവർണവൽക്കരണം വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അമാനുഷമായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നു, ഒരു ഫാസിസ്റ്റ് ഐഡിയോളജി, അതായത് ശത്രുവിന് നീതി ഞങ്ങളാണ് നിശ്ചയിക്കുന്നതെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ഐഡിയോളജി വരുന്നു. മുസ്ലിങ്ങൾ മിക്ക സിനിമകളും വില്ലന്മാരെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറുന്നു. അതായത് നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലപ്പോഴും ഗ്രാമത്തിലൊരു നന്മയുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരുന്ന ഒരു നാടൻ മുസ്ലിം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പാൻ ഇസ്ലാമിക് ഭീകര രൂപിയായിട്ട് സിനിമകളിൽ പരിണമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഉദാസീനമായിട്ടാണ് പലപ്പോഴും കണ്ടു നിന്നിട്ടുള്ളത്. ഈ പറയുന്ന വലിയ അമാനുഷമായിട്ടുള്ള ഹിന്ദു സവർണ ബിംബങ്ങൾ സ്ക്രീനിൽ ഒരു പ്രത്യേകത, അത് ലാർജർ ദാൻ ലൈഫ് ഇമേജാണ്. 100 മടങ്ങ് 200 മടങ്ങ് വലുപ്പമുള്ള ഒരു രൂപമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അത് വലിയ ഒരു രൂപയായിട്ട് ഈ സംസ്കാരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ നിരുപദ്രവം എന്ന് തോന്നിക്കുന്ന, അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് പോലും ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളുണ്ടോ, ഇത് ഒരു നിരുപദ്രവമായിട്ടുള്ള കാര്യമല്ല, സിനിമ ഒരു പാസിങ് എൻ്റർടൈൻമെൻ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഹോളിവുഡ് അമേരിക്കയുടെ ഒരു കൾച്ചറൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറയും ഹോളിവുഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഡിപ്പാർട്ട്മെൻ്റാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ വഴിയും അല്ലെങ്കിൽ പാഠപുസ്തകങ്ങൾ മാറ്റിമറിക്കുക വഴിയൊക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മിനിസ്ട്രി, ഒരു കൾച്ചറൽ മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ ഭരണകൂടത്തിൽ നിന്ന് വിടുവിച്ച് പുറത്ത് ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണോ ഒരു അമേരിക്കൻനെസ്സിനെ ഹോളിവുഡ് ലോകം മുഴുവൻ പരത്തിയത്, അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വത്തിനെ ഈ പറയുന്ന പ്രൊപ്പഗാൻഡ സിനിമകൾ നിരന്തരമായിട്ട് പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ പലപ്പോഴും. ഇപ്പം അവാർഡൊക്കെ നമ്മുടെ പഴയ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇവർക്കെല്ലാം കിട്ടും. RSSൻ്റെ 100-ാം വർഷം ഒരു ഇപ്പം സിനിമ വരികയാണ്. ഇന്ത്യയിലെ പ്രശസ്ത സംവിധായകരാണ് ഈ RSSനെ ശാശ്വതവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നു കൂടി നമ്മൾ ഓർക്കണം. ഗാന്ധിക്ക് ഒരർത്ഥത്തിൽ വലിയ പ്രസക്തി ഇന്നത്തെ ലോകത്തെമ്പാടും ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രത്യേകിച്ച് അഹിംസ പോലെ ഈ യുദ്ധസന്നദ്ധമായി നിൽക്കുന്ന ദേശരാഷ്ട്ര കാലാവസ്ഥയിൽ അത്തരമൊരു സങ്കല്പനത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിയാം. മനുഷ്യരെ അടിസ്ഥാനപരമായിട്ട് പരസ്പരം മൈത്രിയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ സന്ദേശം വഹിക്കാൻ കഴിയുന്ന ജീവികളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരു സ്ഥൂല തലത്തിൽ വരുമ്പോൾ പലപ്പോഴും വലിയ അക്രമപ്രവർത്തികളും യുദ്ധമൊക്കെ ആയിട്ടാണ് ഇന്നും നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിയുടെ പ്രസക്തി പൊതുവേ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ പ്രസക്തിയേക്കാളും കൂടുതൽ നമുക്കിപ്പോൾ ഈ ചരിത്രസന്ധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചിലതരം പ്രസക്തികളാണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ഗാന്ധി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമ്മൾ നേടിയത് ബ്രിട്ടീഷുകാരോട് എതിരിട്ടാണ് എന്നുള്ളത് പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബ്രിട്ടീഷുകാരിൽ നിന്നാണ്, ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്നാണ് നമ്മൾ സ്വതന്ത്രമായിരുന്നത്. പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഇന്ന് ഊന്നി പറയേണ്ട കാര്യവും എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമായിരുന്നില്ല, പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വ ഫാസിസ്റ്റുകളിൽ നിന്നു കൂടിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ 46 തൊട്ട് 48 മരിക്കുന്ന വരെയുള്ള ഗാന്ധിയുടെ ജീവിതം അത് ബ്രിട്ടീഷ് വിരുദ്ധം എന്നതിനേക്കാൾ അധികം ഈ പറയുന്ന പൊളിറ്റിക്കൽ ബ്രാഹ്മണിസം എന്ന് പറയാവുന്ന ഈ ഹിന്ദുത്വ ഫാസിസത്തിന് എങ്ങനെ നേരിട്ടു എന്ന് ഉള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യം വ്യക്തമാക്കുന്നത്. 1946 തൊട്ട് 46 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമെന്ന് പറയുന്ന നില വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗാന്ധിയുടെ സമരം അവസാനിക്കുന്നില്ല. 46 തൊട്ടാണ് ഗാന്ധിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമുഖം തുറക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ അവസാനത്തെ 2 വലിയ സമരങ്ങൾ, 2 നിരാഹാര സത്യാഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നില്ല, സ്വതന്ത്ര ഇന്ത്യയിലായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഈ ഫാസിസത്തിൻ്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പിടിമുറുക്കുന്നതിനെതിരെയായിരുന്നു ഈ 2 നിരാഹാരങ്ങളും. ആ രണ്ടാമത്തെ നിരാഹാരത്തിൻ്റെ ഒടുവിലാണ് ഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതും. നമ്മൾ മനസ്സിലാക്കേണ്ട, വിഭജനം കഴിഞ്ഞ ശേഷം ഇന്ത്യയിലേക്ക് ഈ പാകിസ്ഥാനിൽ നിന്ന് വലിയ ഒഴുക്കുണ്ടായി. പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദു അഭയാർത്ഥികൾ മുഴുവൻ ഒഴുകിയെത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഡൽഹിയിൽ എത്തുന്നുണ്ട്. ഈ ഡൽഹിയിൽ ഹിന്ദു മഹാസഭ പോലെയുള്ള അന്നത്തെ ഈ ഹിന്ദുത്വത്തിൻ്റെ ഒരു ഔട്ട്ഫിറ്റായിട്ടുള്ള പൊളിറ്റിക്കൽ കക്ഷി ചെയ്യുന്നത് ഈ അഭയാർത്ഥികളെ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് തലസ്ഥാനത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് ആട്ടിപ്പായിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിഭജനം ഈ ജിന്നയുടെ മുസ്ലിം ലീഗിന് മാത്രമല്ല ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നത്, മറിച്ച് സവർക്കറെ പോലെയുള്ള ഒരാൾക്ക് കൂടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചിലവാകുന്ന ഒരു മുദ്രാവാക്യം അവിടെ അവർ ഉയർത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇസ്ലാമിസ്റ്റുകളെ ആണെങ്കിൽ ഇത് ഹിന്ദുസ്ഥാനാണ്, പാകിസ്ഥാൻ മുസ്ലിങ്ങളെ ആണെങ്കിൽ ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്, ഹിന്ദുസ്ഥാനാണ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തുന്നു. ഈ മുദ്രാവാക്യത്തിൻ്റെ മുന്നിൽ തടസ്സമായിരുന്നു നിന്നത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇന്ത്യ വിട്ടുപോകാതെ കുറേ മുസ്ലിങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ നിശ്ചയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക അടിസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരു റിപ്പബ്ലിക്കിലേക്ക് പോകാതെ ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞോളാം എന്നാണ് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പം ഈ മുസ്ലിങ്ങളെയാണ് ഇന്ത്യയിൽ താമസിക്കാൻ ഓപ്ഷൻ എടുത്ത മുസ്ലിങ്ങളെയാണ് ഇന്ന് ദേശദ്രോഹികൾ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നത്. അവർ അനന്തര തലമുറയാണെന്ന് നമ്മൾ ഊന്നി പറയേണ്ട ഒരു ഘട്ടമാണിത്. അപ്പോൾ അങ്ങനെ ഇവരവിടെ താമസിക്കാൻ നിശ്ചയിക്കുമ്പോൾ അവരുടെ ഭവനങ്ങളിൽ നിന്നും അവരുടെ പരിസരങ്ങളിൽ നിന്നും ആട്ടിപ്പായിക്കുക, ഭീതി ഉണ്ടാക്കിക്കൊണ്ട്, ഭയം ജനിപ്പിച്ചുകൊണ്ട് അവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഹിന്ദുസ്ഥാനാകും എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഹിന്ദു മഹാസഭയും സവർക്കറൊക്കെ പ്രവർത്തിക്കുന്നത്. ഡൽഹിയിലെ ഇവരുടെ മുസ്ലിങ്ങളുടെ വസതിയിൽ നിന്ന് മുഴുവൻ മുസ്ലിങ്ങൾ ആട്ടി ഓടിപ്പിക്കുന്നു, അവരുടെ ആരാധനാലയങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുന്നു. ഖാജ ഖുത്ബുദ്ദീൻ്റെ ഖബർ പോലെ അവർ വർഷം ഉറൂസ് നടത്തുന്ന അവരുടെ പുണ്യസ്ഥലങ്ങൾ എന്ന് വിളിക്കുന്ന സ്ഥാനങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെ ഹിന്ദു മഹാസഭ പിന്നിൽ നിന്നുകൊണ്ട് ഈ അഭയാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഈ അഭയാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. ഈ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ അഭയാർത്ഥികളുടെ ഈ മനോഘടനയെ മുൻനിർത്തിയിട്ട് അവരെ കൊണ്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോഴാണ് ഗാന്ധി നിരാഹാരത്തിലേക്ക് പോകുന്നത്. ഗാന്ധി ജനങ്ങൾക്കിടയിൽ സമാധാനം എന്ന് പറയുന്ന വലിയ ആശയം വെച്ചിട്ട് നിരാഹാരത്തിലേക്ക് പോവുകയാണ്. നിരാഹാരമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ പിടിച്ചു നിർത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഗാന്ധിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. അത് ഗാന്ധിയുടെ ജീവിതം ആയിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ആ സമരം ആണ് ഗാന്ധിയെ പ്രസക്തനാക്കുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തനാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ മതേതര രാഷ്ട്രമായി, ബഹുസ്വര രാഷ്ട്രമായിട്ട് നിർത്തിയത് ഈ 46 തൊട്ട് 48 വരെയുള്ള ഗാന്ധിയുടെ ഈ ജീവിതമാണ്. ആ ജീവിതം സുഗമമായിരുന്നില്ല, ആ രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖമായിരുന്നില്ല. നമ്മൾ പറയാം മഹാത്മാവ് ഗാന്ധിക്ക് എല്ലായിടത്തു നിന്ന് ആദരവ് കിട്ടിയിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. നമുക്കറിയാം തെരുവിൽ കൂടെ നടക്കുമ്പോൾ ഗാന്ധിയെ തെറി വിളിക്കുന്നുണ്ട്, മുഖത്ത് തുപ്പുന്നുണ്ട്, ആട്ടുന്നുണ്ട്,
ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് ഒരു പതുക്കെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തിന് ഇങ്ങനെ കീറിപ്പറഞ്ഞു പോകേണ്ടിയിരുന്ന ഒരു ദേശസങ്കല്പത്തെ നമുക്ക് അതിനൊരു രൂപപ്പെടുത്തി തരിക മാത്രമല്ല, നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ആശയമായ മതേതരത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് ഉണ്ടാവുന്നതാണ്, ഗാന്ധിയുടെ പ്രവർത്തനത്തിൽ കൂടെ ഉണ്ടാവുന്നതാണ്. മനുഷ്യർ ഇപ്പം മതവിശ്വാസികൾ, ഇന്ത്യയിലെ വിശ്വാസികളാവുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്. എല്ലാ കുടുംബങ്ങളും, ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും വിശ്വാസത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികളാണ് ഈ കുടുംബങ്ങളിലൊക്കെ ഉള്ളത്. പക്ഷേ ഈ വിശ്വാസം എന്ന് പറയുന്നത് അന്യരെ കൂടുതൽ ഉൾക്കൊള്ളാനുള്ള ഒന്നാണെന്നുള്ള തരത്തിലേക്ക് ഗാന്ധി അതിനെയും മാറ്റിമറിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവായ ഒന്നാണ് വിശ്വാസ സങ്കല്പം, അല്ലാതെ അത് എക്സ്ക്ലൂസീവായ പുറത്താക്കേണ്ട ഒന്നല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളിക്കേണ്ട ഒന്നാണെന്ന് പറയുന്ന തരത്തിൽ ഈ മെജോറിറ്റി എന്ന് പറയുന്ന ആ ആളുകളെ മുഴുവൻ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും ഗാന്ധിക്ക് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു, വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക പരീക്ഷണമായിരുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ഇന്ത്യ എന്ന ആശയത്തെ നിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരെ നമുക്ക് ഗാന്ധിയെ, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ചരിത്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഗാന്ധിയെ നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരാളായി കണ്ടാൽ മതിയായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാസിസത്തിനെതിരെ പോരാടിയ ഒരാൾ കൂടിയായിട്ട് മനസ്സിലാക്കണം. അതാണ് ഈ രാഷ്ട്രീയ പ്രസക്തി. അതുകൊണ്ടാണ് ഗാന്ധിയുടെ ആ രണ്ടാമത്തെ ഒരു രാഷ്ട്രീയ പ്രസക്തി വായിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു.